വെൽക്കം ടു റേഡിയൻറ്റ് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ചാപ്റ്ററിൻ്റെ 5ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ചധികം പാർട്സ് ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഒരുപാട് ടോപ്പിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിനകത്ത് കുത്തിക്കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കും നമുക്ക് പറയുമ്പോൾ മുമ്പത്തെ 10ാം ക്ലാസ് 9ാം ക്ലാസ് ഞാൻ ക്ലാസ് തുടങ്ങി ആദ്യ ദിവസം പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് 2 ടെക്സ്റ്റ് ബുക്ക് 2 വർഷത്തെ 9ൻ്റെയും 10ൻ്റെയും ഓരോ ചാപ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് കുത്തിക്കയറ്റിയിട്ട് വലിയ പോർഷനൊന്നും റെഡ്യൂസ് ചെയ്യാതെ തന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പല ടോപ്പിക്കുകളും കുറച്ച് വിശദീകരിച്ച് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ പോയിന്റ് മനസ്സിലാവുള്ളൂ അല്ലേ. വെറുതെ കുറേ കാണാതെ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് ജോഗ്രഫി പോലത്തെ ഒരു വിഷയം ഹിസ്റ്ററി പോലെ അല്ല, കാണാപ്പാഠം മനസ്സിലാക്കി പഠിക്കണം. എന്നാൽ പോലും നമുക്ക് കാണാതെ കൂടുതൽ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഇവിടെ കുറച്ച് നമുക്കൊരു സയൻസ് വിഷയങ്ങൾ പഠിക്കുന്ന പോലെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ആ ടോപ്പിക്കുകളൊക്കെ ഒന്ന് വിശദീകരിക്കാതെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന കൊച്ചു പാർട്ടുകളാക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതാകുമ്പോൾ പാർട്സിൻ്റെ എണ്ണം കൂടിയാലും നമുക്ക് കുറച്ചൊരു ടോപ്പിക്ക് ഒറ്റയടിക്ക് ഒരു ക്ലാസ്സിൽ കണ്ടങ്ങ് തീരും. ഓക്കെ, ഇതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി. ചെറിയ പാർട്ടുകൾ ഒരു 20 മിനിറ്റിന് താഴെ വരുന്ന ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ചാപ്റ്ററിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എയർ മൂവ്മെൻറ്റുകളെ പറ്റിയിട്ടും അതുപോലെ എയറിൻ്റെ സ്പീഡിനെയും ഡയറക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയിട്ടുമാണ്. അതായത് നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി അല്ലെ, ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളിൽ ഷിഫ്റ്റ് ഉണ്ടാകുന്നത് കാരണം നമ്മുടെ ക്ലൈമറ്റിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുമെന്നും പറഞ്ഞു. ഞാൻ മൺസൂൺ പഠിപ്പിക്കുമ്പോൾ അത് കൂടുതൽ പറഞ്ഞുതരാമെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എയർ മൂവ്മെൻറ്റുകളെ പറ്റിയാണ്. എയറിന് പ്രധാനമായിട്ട് 2 തരം മൂവ്മെൻറ്റുകളാണ് പറയുന്നത്. ഒന്ന് എയർ കറണ്ടും മറ്റൊന്ന് വിൻഡും. എന്തുവാണ് എയർ കറണ്ടും വിൻഡും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മുടെ ഈ പറയുന്ന ഭൂമിയിൽ ഹീറ്റിംഗ് ഒക്കെ കാരണം എയർ എന്ത് ചെയ്യും, മുകളിലോട്ട് ഉയർന്നു പോകാറുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അറ്റ്മോസ്ഫിയറിൽ നിന്ന് മുകളിലോട്ട് ഉയർന്നു പോകാറുണ്ട്. ഇതിനെയാണ് നമ്മൾ എയർ കറണ്ട് എന്ന് വിളിക്കുന്നത്. ഇത് വിളിക്കുന്നത് എയർ കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എയർ കറണ്ട് ആണ് വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് എയർ. എന്തുവാണ് വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് എയർ കറണ്ട്? അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വിൻഡാണ്. ഓക്കെ, എന്താണ് വിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കലി ഉള്ള മൂവ്മെൻറ്റുകളാണ് എയർ കറണ്ട് എങ്കിൽ ഹൊറിസോണ്ടലി ഉള്ള മൂവ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വിൻഡ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്, വിൻഡ്. അപ്പോൾ എവിടുന്നാണ് വിൻഡ്, എന്തുകൊണ്ടാണ് വിൻഡ് ഉണ്ടാകുന്നത്? നോക്കി, നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലെ പ്രഷർ എന്ന് പറയുന്ന എല്ലായിടത്തും ഒരുപോലെ അല്ല. നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിൽ ഇത് പഠിച്ചു. ചില സ്ഥലത്തെന്ന് പറയുന്നത് ഹൈ പ്രഷർ ആയിരിക്കും, ചില സ്ഥലം എന്തായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും. ചില സ്ഥലങ്ങൾ എന്തായിരിക്കും, ഹൈ പ്രഷർ ആയിരിക്കും, മറ്റു ചില സ്ഥലങ്ങൾ എന്തായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈ പ്രഷർ റീജിയണിൽ നിന്നും ലോ പ്രഷർ റീജിയണിലോട്ടുള്ള എയറിൻ്റെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വിൻഡ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, വിൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെർട്ടിക്കലി ആണ് പോകുന്നതെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം, നമുക്കതിനെ എയർ കറണ്ട് എന്ന് വിളിക്കാം. ഹൊറിസോണ്ടലി ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം, വിൻഡ് എന്ന് വിളിക്കാം. വിൻഡ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ആദ്യമേ മനസ്സിലാക്കുക. ഒരു ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ഒരു ലോ പ്രഷർ ഏരിയയിലോട്ടായിരിക്കും എപ്പോഴും വിൻഡ് മൂവ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് വിൻഡ്? വിൻഡ് ആർ ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് ദ എയർ ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു എ ലോ പ്രഷർ ഏരിയ. ഇനി അങ്ങോട്ടുള്ള ഈ ഒരു ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലും ഒക്കെ നമ്മൾ ആരെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്, വിൻഡിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എയർ കറണ്ടും വിൻഡും എന്താണെന്ന് മനസ്സിലായി കാണും. നമുക്കതിന് വിൻഡിനെ പറ്റി കൂടുതലായിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, വിൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും, ഒരു ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ഒരു ലോ പ്രഷർ ഏരിയയിലോട്ടായിരിക്കും കാറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത്. ഈ കാറ്റുകൾക്ക് പേരിടുന്നതിനകത്തൊരു പ്രത്യേകതയുണ്ട്. എവിടെ നിന്നാണോ വരുന്നത് ആ സ്ഥലത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ കാറ്റുകൾക്ക് എന്ത് ചെയ്യുന്നത്, പേര് കൊടുക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഫ്രം വിച്ച് ദേ ബ്ലോ. എവിടെ നിന്ന് വരുന്നു എന്നതിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് 4 ഡയറക്ഷൻ ഉണ്ട് അല്ലെ. ഏതൊക്കെയാണത്? ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഞാൻ പറയുകയാണ്, ഒരു കാറ്റ് ഇതാ ഇങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ ഭൂമിയിൽ നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ ഇവിടുന്ന് ഈ സ്ഥലത്തിന് എന്താ വിളിക്കുന്നത്, ഇതിനെ സൗത്ത് വെസ്റ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കാറ്റിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും, സൗത്ത് വെസ്റ്റ് എന്ന ദിശ അടയാളപ്പെടുത്തും. ഇനി മറ്റൊരു കാറ്റ് പോകുന്നത് ഇത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എങ്ങനെ? ഇത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ദിശയെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പോൾ ഈ കാറ്റിൻ്റെ പേരിൽ എന്തുണ്ടാവും, നോർത്ത് ഈസ്റ്റ് എന്നൊരു പേരുണ്ടാവും. ഓക്കെ, ഇതാ കണ്ടോ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ദ വിൻഡ് ബ്ലോ ഫ്രം ദ സൗത്ത് വെസ്റ്റ് ആർ ടേംഡ് ആസ് സൗത്ത് വെസ്റ്റ് വിൻഡ് ആൻഡ് ദ വിൻഡ് ബ്ലോ ഇൻ ഫ്രം ദ സീ ടുവേർഡ്സ് ലാൻഡ് ആർ കാൾഡ് സീ ബ്രീസ് അല്ലേ. അതുപോലെ നമ്മൾ സീ ബ്രീസ്, ലാൻഡ് ബ്രീസും പഠിച്ചു. കടലിൽ നിന്ന് വരുന്ന കാറ്റ് കടൽ കാറ്റ്, കരയിൽ നിന്ന് പോകുന്ന കാറ്റ് കരക്കാറ്റ്. അപ്പോൾ എവിടെ നിന്നാണോ കാറ്റ് വരുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ കാറ്റിൻ്റെ പേര് തീരുമാനിക്കുന്നത്. കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കാൻ നമുക്ക് ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ പോലെ അതിനൊരു ഉപകരണമുണ്ട്. അതിൻ്റെ പേരാണെന്ത്, ഈ പറയുന്ന വിൻഡ് വെയിൻ. അനിമോമീറ്റർ അല്ല, വിൻഡ് വെയിൻ എന്ന് പറയും.
നമ്മൾ ഇംഗ്ലീഷ് കാർട്ടൂണൊക്കെ കാണുമ്പോൾ വീടുകളുടെ ഒക്കെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു സാധനം നിന്ന് കറങ്ങും, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എന്ന് കാണിച്ചിട്ടുള്ള, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാർട്ടൂണിലാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനാണ് വിൻഡ് വെയിൻ എന്ന് പറയുന്നത്, ദിശ കണ്ടെത്താൻ സഹായിക്കും. അപ്പോൾ ഈ അനിമോമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? അനിമോമീറ്റർ നോക്കുക, വിൻഡിൻ്റെ സ്പീഡ് ഉണ്ടല്ലോ, കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? അനിമോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം. ഇത് ഒരു പോയിൻ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ വിൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് പോയിന്റ് അല്ല, എന്താണ്? ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ ആണ് വിൻഡ്. വിൻഡ് മൂവ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ഒരു ലോ പ്രഷർ ഏരിയയിലോട്ട് ആയിരിക്കും. വിൻഡിൻ്റെ പേരിടുന്നത് അത് എവിടെ നിന്ന് വരുന്നു എന്ന ദിശയോ അല്ലെങ്കിൽ സ്ഥലത്തെയോ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണത്തിൻ്റെ പേര് അനിമോമീറ്റർ, ഡയറക്ഷൻ ആണെങ്കിൽ വിൻഡ് വെയിൻ. ഇത്രയൊക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാറ്റിൻ്റെ ദിശയെയും കാറ്റിൻ്റെ വേഗതയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. അവരാരൊക്കെയെന്ന് നോക്കാം. ഒന്ന്, കോറിയോളിസ് ഫോഴ്സ്. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് നിങ്ങളിത് മുന്നേ പഠിച്ചിട്ടുണ്ടെന്നാണ്. ഇതുമാണ് കോറിയോളിസ് ഫോഴ്സ്, പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സും ഫ്രിക്ഷൻ. ഇതിൽ ഈ പറയുന്ന കോറിയോളിസ് ഫോഴ്സ് വിൻഡിൻ്റെ ദിശയെ സ്വാധീനിക്കുമ്പോൾ പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സും ഫ്രിക്ഷനും നോർമലി കാറ്റിൻ്റെ സ്പീഡിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമുക്കതിൽ ആദ്യം കോറിയോളിസ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കോറിയോളിസ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. കോറിയോളിസ് ഫോഴ്സ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഓക്കെ, വിൻഡിൻ്റെ ദിശ നമുക്കറിയാം. ഇതാണ് നമ്മുടെ ഭൂമി എന്നിരിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഭൂമി. ഭൂമിയിൽ നടുക്കൂടെ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ലൈനിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വേറ്റർ. ഇക്വേറ്ററിൻ്റെ മുകളിലുള്ള ഭാഗത്തിന് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും താഴെയുള്ള ഭാഗത്തിന് നമ്മൾ സദേൺ ഹെമിസ്ഫിയർ എന്നും വിളിക്കും. ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. കോറിയോളിസ് ഫോഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് എപ്പോഴും അത് മൂവ് ചെയ്യുന്നതിൻ്റെ വലതുവശത്തേക്ക് ബെൻഡ് ചെയ്യും. എങ്ങോട്ട് ബെൻഡ് ചെയ്യും? വലതുവശത്തേക്ക്. അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ വലതുവശത്തേക്ക് ബെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ കോറിയോളിസ് ഫോഴ്സ് കാരണം അത് എന്ത് ചെയ്യും? അതിൻ്റെ വലതുവശത്തേക്ക് ബെൻഡ് ചെയ്യും. അതിൻ്റെ വലതുവശത്തേക്ക് ബെൻഡ് ചെയ്യും. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നോക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ വലതുവശം ഏതാണ്? നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ശ്രദ്ധിച്ചോളാം, വലതുവശം ഏതാണ്? ഇങ്ങോട്ട് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. ഈ പോയിന്റ് വിട്ടുപോകരുത്. അതിൻ്റെ വലതുവശം, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ റൈറ്റ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് ഇതാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പുറത്തെ വശത്താണ് റൈറ്റ് ആവുന്നത്. പോയിന്റ് വിട്ടുപോകരുത്, നമുക്കത് ആവശ്യമുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് ഇങ്ങോട്ടായിരിക്കും. അവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ റൈറ്റ് ഇങ്ങോട്ടായിരിക്കും. ഇതാണ് കോറിയോളിസ് ഫോഴ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് അത് മൂവ് ചെയ്യുന്നതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ബെൻഡ് ചെയ്യും. 2, സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് അതിൻ്റെ എങ്ങോട്ടായിരിക്കും ബെൻഡ് ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഇടത്തോട്ടായിരിക്കും വളരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ അതിൻ്റെ ഇടതെന്ന് പറയുമ്പോൾ അത് ഇങ്ങോട്ടായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അത് ഇങ്ങോട്ടും, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അത് ഇങ്ങോട്ടും എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയി കാണും, വേറൊന്നുമില്ല. ഭൂമിക്ക് കറങ്ങുന്നത് കാരണം നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഉയർന്നു പോകുന്ന ഒരു ഒബ്ജക്റ്റ്, അതാണ് ഫ്രീലി മൂവിങ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഭൂമിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഭൂമി വലത്തോട്ട് കറങ്ങുകയാണ്. ഈ കറങ്ങുന്നത് കാരണമാണ് അതിൻ്റെ ഒറിജിനലി നമ്മൾ എയിം ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റിനെടുത്ത് എറിയുന്നു എന്ന് വിചാരിക്കുക. എറിയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എനിക്കൊരു എയിം ഉണ്ടാവുമല്ലോ, അതിന് നേരെയാണ് ഞാൻ എറിയുന്നത്. പക്ഷേ എറിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു, പിന്നെ ഭൂമി എന്ത് ചെയ്യാണ്? കറങ്ങുകയാണ്. ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന കാറ്റുകൾക്കൊക്കെ ഇത് എഫക്റ്റ് ആവുള്ളൂ. ഈ കറങ്ങുന്നു. അപ്പോൾ ഈ കറങ്ങുമ്പോൾ എന്ത് വരും? നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിനേക്കാളും വലതുവശത്തോട്ടായിരിക്കും ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ മൂവ് ചെയ്യുന്നത്, താഴോട്ടായിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേറ്റർ എങ്കിൽ നേരെ പോകുന്ന ഒബ്ജക്റ്റ് അതിൻ്റെ വലതുവശത്തേക്ക് ബെൻഡ് ചെയ്യും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒബ്ജക്റ്റ് അതിൻ്റെ വലതുവശത്തേക്ക് ബെൻഡ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഒബ്ജക്റ്റ് അതിൻ്റെ വലതുവശത്തേക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഒബ്ജക്റ്റ് അതിൻ്റെ വലതുവശത്തോട്ടും ബെൻഡ് ചെയ്യും. ഇവിടെ നിന്നാണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് മൂവ് ചെയ്യുന്നതിൻ്റെ ഇടതുവശത്തോട്ട്, ചെറിയൊരു ബെൻഡിങ് ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ അതിൻ്റെ ഇടതുവശത്തോട്ടും, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ അതിൻ്റെ ഇടതുവശത്തോട്ടും, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ അതിൻ്റെ ഇടതുവശത്തോട്ടും ബെൻഡ് ചെയ്യും. ഇതിനാണ് കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താ സത്യം പറഞ്ഞാൽ ഈ വിൻഡ് ഈ പറയുന്ന കാര്യം ചെയ്യും. കാറ്റിന് ഇതുണ്ടെന്ന് സത്യം പറഞ്ഞത് അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന ഒരാളാണ്. ഫെറൽ, അതിനെ ഫെറൽസ് ലോ എന്നാണ് വിളിക്കുന്നത്. മുമ്പത്തെ ടെക്സ്റ്റ് ബുക്കിൽ ആ പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അവർ വിഴുങ്ങി. അപ്പോൾ നമുക്കത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ കോറിയോളിസ് ഫോഴ്സ് ഇതാണെന്ന് പറഞ്ഞാൽ പഠിച്ചാൽ മതി. ദ വിൻഡ് വിൽ ഡിഫ്ലക്ട് ടുവേർഡ്സ് ദ റൈറ്റ് ഇൻ ദ ഡയറക്ഷൻ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. കണ്ടോ, ഒറ്റ വരിയെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാതെ മനസ്സിലാവില്ല. കണ്ടോ, ഇവിടെ കണ്ടോ, പോകുന്നതിൻ്റെ വലതുവശം
പോകുന്നതിൻ്റെ വലതുവശം, തെറ്റിപ്പോകരുത് കേട്ടോ കേട്ടോ, പോകുന്നതിൻ്റെ വലതുവശം, പോകുന്നതിൻ്റെ എന്താണ് വലത് വശം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫോർവേഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. സാധാരണ ഹെമിസ്ഫിയറിലാണെങ്കിൽ എന്ത് പറ്റും, പോകുന്ന ഡയറക്ഷൻ്റെ ഇടതുവശം കണ്ടോ, പോകുന്ന ഡയറക്ഷൻ്റെ ഇടതുവശം, പോകുന്ന ഡയറക്ഷൻ്റെ ഇടതുവശം, പോകുന്ന ഡയറക്ഷൻ്റെ എന്ത് പറ്റും, പോകുന്ന ഡയറക്ഷൻ്റെ ഇടതുവശത്തോട്ട് എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോറിയോളിസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പ്രഷർ ഗ്രേഡിയൻറ്റ്. ഗ്രേഡിയൻറ്റ് കേട്ടോ, നമ്മുടെ ചാനലിൻ്റെ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രേഡിയൻ്റ് അക്കാഡമിയെ നിങ്ങൾ വീണ്ടും ഫേമസ് ആക്കുക. അപ്പോൾ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ ഗ്രാജുവലി ഉണ്ടാകുന്ന ചേഞ്ച്. ഓക്കെ, അതായത് ഗ്രേഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഗ്രാജുവലി ഉണ്ടാകുന്ന ചേഞ്ച്. അതായത് ഓക്കെ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനനുസരിച്ച് ഈ പറയുന്ന പ്രഷറിനുണ്ടാകുന്ന വ്യത്യാസം എത്രയാണ്, അതിനാണ് നമ്മൾ പ്രഷർ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഒരു സ്ഥലം, ഓക്കെ, ഇതൊരു സ്ഥലമാണെന്ന് വിചാരിക്കുക, ഇതെന്തുവാണ്, ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ഹൈ പ്രഷറാണ്, ഇവിടെ എന്ന് പറയുന്നത് ലോ പ്രഷറാണ്. അപ്പോൾ കണ്ട് ഈ ദൂരത്തിനനുസരിച്ച് പ്രഷർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ കുറഞ്ഞു, അല്ലെ ചിലപ്പോൾ ഈ ദൂരത്തിനനുസരിച്ച് പ്രഷർ എന്ന് പറയുന്നത് ഗ്രാജുവലി ആയിരിക്കും കുറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ എന്ന് വെച്ചാൽ ഒരു 1013 മില്ലി ബാർ, ഇവിടെ എത്തിയപ്പോഴത്തേക്കും അത് എത്രയായി, ഭയങ്കര കുറഞ്ഞു. അത് എത്രയായി കുറഞ്ഞു, ഒരു 10 മില്ലി ബാറായിട്ട് കുറഞ്ഞു. കണ്ടോ, ഒരേ ദൂരം, ഈ ഒരു ചെറിയ ദൂരം, അതായത് ഞാൻ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ നടക്കുന്നതിനിടയിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. എന്നാൽ ഇവിടെ നോക്കിയപ്പോൾ എന്താ പറ്റിയത്, ഇവിടെ 10-13 മില്ലി ബാർ, ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എത്രയാണ്, ഒരു 800 മില്ലി ബാർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, അതായത് ഈ സെയിം ദൂരത്തിനകത്ത് ഇവിടെ വലിയ പ്രഷർ വ്യത്യാസം വന്നിട്ടില്ല. അതായത് ഞാൻ ഈ പോയിന്റിൽ നിന്ന് തിരിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേക്കും പ്രഷറിന് വലിയ വ്യത്യാസം വന്നില്ല. പക്ഷേ ഞാൻ ഈ പോയിന്റിൽ നിന്ന് തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ പ്രഷർ നല്ല രീതിയിൽ മാറി. അപ്പോൾ ഇവിടെ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഹൈ ആണെന്ന് പറയാൻ പറ്റും. ഇവിടെയാണെങ്കിൽ പ്രഷർ ഗ്രേഡിയൻ്റ് എന്താണെന്ന് പറയാൻ പറ്റും, നമുക്ക് ലോ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ പ്രഷർ ഗ്രേഡിയൻ്റ് എന്നുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ഹൊറിസോണ്ടൽ ദൂരത്തിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുണ്ടാകുന്ന വ്യത്യാസത്തിനാണ് നമ്മളപ്പോൾ എന്ത് വിളിക്കുന്നത്, പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുന്നത്. ദ പ്രഷർ ഗ്രേഡിയൻ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പ്രഷർ ഓവർ ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അല്ലേ, ചേഞ്ച് ഇൻ പ്രഷർ ഓവർ ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുന്നത്. കോറിയോളിസ് ഫോഴ്സ് വ്യക്തമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, പ്രഷർ ഗ്രേഡിയൻ്റ്. കണ്ടോ, പ്രഷർ ഗ്രേഡിയൻ്റ് എന്താണെന്ന് നോക്കി, ദ ചേഞ്ച് ഇൻ ദ പ്രഷർ ഓവർ എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് pressure. Okay, so if there is a considerable change in the pressure between nearby places, അടുത്തടുത്തുള്ള രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ കൺസിഡറബിൾ ആയി നല്ല രീതിയിലുള്ള പ്രഷർ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹൈ പ്രഷർ ഗ്രേഡിയൻ്റ് എന്നും, ഇനി ഈ പറയുന്ന വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ലോ പ്രഷർ ഗ്രേഡിയൻ്റ് എന്നും പറയും. ഇവിടെ നോക്കിയേ, ഇവിടെ കണ്ടോ, ഈ ഒരു ദൂരത്തിനനുസരിച്ച് പ്രഷർ വ്യത്യാസം വളരെ ഗ്രാജുവലിയാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു ലോ പ്രഷർ ഗ്രേഡിയൻറ്റും, ഇവിടെ കണ്ടോ ഈ ചെറിയ ദൂരത്തിനനുസരിച്ച് ഇവിടെ നല്ല രീതിയിൽ എന്ത് വന്നിട്ടുണ്ട്, പ്രഷർ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹൈ പ്രഷർ ഗ്രേഡിയൻറ്റും ഉണ്ടാവും. ഇത് വിൻഡിൻ്റെ വേഗതയെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഷർ ഗ്രേഡിയൻറ്റ് ഹൈ ആണെങ്കിൽ വിൻഡിൻ്റെ സ്പീഡും എന്ത് ചെയ്യും, കൂടും. പ്രഷർ ഗ്രേഡിയൻറ്റ് ലോ ആണെങ്കിൽ, അതായത് വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ അവിടെ വിൻഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, കുറവായിരിക്കും. ഇതാണ് വിൻഡിൻ്റെ സ്പീഡും ഗ്രേഡിയൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഒന്നുകൂടെ പറയുകയാണേ, ദൂരത്തിനനുസരിച്ച് പ്രഷറിലുണ്ടാകുന്ന വ്യത്യാസം പ്രഷർ ഗ്രേഡിയൻറ്റ്, ചെറിയ ദൂരത്തിൽ തന്നെ നല്ല രീതിയിൽ പ്രഷർ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ഹൈ പ്രഷർ ഗ്രേഡിയൻറ്റ്, എന്നാൽ ഒരേ ദൂരത്തിൽ തന്നെ പ്രഷർ വ്യത്യാസം അത്രയ്ക്കില്ലെങ്കിൽ അത് ലോ പ്രഷർ ഗ്രേഡിയൻറ്റ്. പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടുതലാണെങ്കിൽ വിൻഡ് വെലോസിറ്റിയും കൂടും. കാരണം ചെറിയൊരു ദൂരത്തിൽ തന്നെ നല്ല രീതിയിൽ പ്രഷർ വ്യത്യാസം വരും. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് കാറ്റ് പെട്ടെന്ന് പോകും, സോ വേഗത കൂടും. ലോ പ്രഷർ ഗ്രേഡിയൻ്റ് ആണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. ഇതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ലാസ്റ്റ് പോയിന്റ് ഫ്രിക്ഷൻ, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഞാൻ കാറ്റ് രണ്ട് സ്ഥലത്തൂടെ വീശുക എന്ന് വിചാരിക്കുക. ഒന്ന് കടലിൽ കൂടെ വീശുന്നു, മറ്റൊന്ന് ഒരു ഫോറസ്റ്റ്, ഒരു കാടാകുമ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പറ, ഈ രണ്ട് സ്ഥലത്തും ഏറ്റവും കൂടുതൽ വേഗതയിൽ കാറ്റ് വീശുന്നത് എവിടെയായിരിക്കും? കടലിലാണോ, കരയിലെ ഫോറസ്റ്റിലാണോ? ലോജിക്കുള്ള എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ പഠിക്കാൻ പോകുന്ന ഫ്രിക്ഷനെ പറ്റിയാണ്. ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന ഒരയുന്നത് കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം അല്ലേ, ഈ പറയുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിനെ തടയുന്ന ഫോഴ്സാണെന്ന് പറയുന്നത് ഫ്രിക്ഷൻ എന്ന് പറയും. അപ്പോൾ ഫ്രിക്ഷൻ കൂടുമ്പോൾ, അപ്പോൾ ഇവിടെ കടൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്രിക്ഷൻ എന്താണ്, കുറവാണ് അല്ലേ, ഇവിടെ തടസ്സം ഒന്നും ഉണ്ടാക്കാൻ ആളില്ല. ഫ്രിക്ഷൻ കുറവാണെങ്കിൽ വിൻഡിൻ്റെ വേഗത എന്ത് ചെയ്യും, കൂടും. പക്ഷേ ഇവിടെ പറ്റുമ്പോൾ എന്ത് പറ്റി, മരങ്ങളൊക്കെ ഉണ്ട് അല്ലേ, അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ വിൻഡിൻ്റെ വേഗത എന്ത് ചെയ്യും, കുറയും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, so the friction is caused by hills, mountains, forest and man-made structures will obstruct the free flow of the wind. ഇത്രയേ ഉള്ളൂ സംഭവം ഫ്രിക്ഷൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതാണ് ഫ്രിക്ഷൻ പറയുന്നത് കണ്ടോ, ഫ്രിക്ഷൻ പറയുന്നത്. അതായത് കണ്ടോ വിൻഡ് വെയിൻ കണ്ടോ, വിൻഡ് വെയിൻ ഇതാണ് വിൻഡ് വെയിൻ. ഇതാ കണ്ടോ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്. ഈ പറയുന്ന സാധനം കറങ്ങും, ഇത് താഴോട്ട് പോയിട്ടാണ് വേഗത അളക്കുന്നത്, അതാണ് അനിമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വിൻഡ് വെയിനും അനിമോമീറ്ററും ഈ പറയുന്ന പോയിന്റുകൾ അല്ലേ. വിൻഡ് ആർ കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ ഓവർ ദ ഓഷൻസ് ദാൻ ദ കോണ്ടിനെൻറ്റ്സ്. വൈ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഫ്രിക്ഷൻ ഈസ് മോർ ഓൺ ദ കോണ്ടിനെൻറ്റ്. സോ വെൻ ദ ഫ്രിക്ഷൻ ഇൻക്രീസസ് ദ വെലോസിറ്റി ഓഫ് ദ വിൻഡ് ഡിക്രീസസ്. ഇതിൻ്റെ ഉത്തരം തരാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പം തന്നെ സ്വന്തമായിട്ട് തന്നെ എഴുതാൻ പറ്റൂലേ? പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇനി അടുത്ത് ടൈപ്സ് ഓഫ് വിൻഡിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൂടി ഇതിനിടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു രസമായിരിക്കും. അത് വേറൊരു ഭാഗമായിട്ടിരിക്കട്ടെ. ടൈപ്സ് ഓഫ് വിൻഡ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. 4 ടൈപ്പ് ഓഫ് വിൻഡും ഇത് കുറച്ചുണ്ട് പറയാനായിട്ട്, വിശദീകരിക്കാനുണ്ട്. ഈ ഓരോ പോയിന്റും ടെക്സ്റ്റ് ബുക്കിൽ 1 or 2 ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നേ പറ്റുള്ളൂ. ഇവിടെ മൺസൂണൊക്കെ കണ്ടോ ഒറ്റ വരിയിൽ എഴുതി വെച്ചേക്കാണ്, നോർത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റ് മൺസൂണും. അങ്ങനെ ഇങ്ങനെ ഒറ്റ വരി പറഞ്ഞു കഴിയുന്നതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾക്ക് മൺസൂൺ എന്താണെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയേണ്ടി വരും. അപ്പോൾ കുറച്ചധികം പാർട്ടുകൾ ഈ ഒരു ചാപ്റ്ററിന് ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, വിൻഡിനെ പറ്റിയിട്ട് പഠിക്കാം.